ഈ ജോലി കിട്ടിയതിൽ ഏറ്റവും അധികം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും വീടെടുക്കാറുള്ളത് അറബി ഏരിയയിലാണ്, വില്ലകളുള്ള ഏരിയയിലാണ്. അവിടെ നിന്ന് ജോബിച്ചിനെ സൈക്കിളിലായാലും അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോകാൻ എളുപ്പം. നമുക്ക് ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് വരണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വരണമെങ്കിലോ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതാണ് ഇപ്പോഴത്തെ വീടെടുത്തതിൽ ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത്. ജോലി കിട്ടിയത് അൽക്കൂസിലും കൂടി ആയതോടുകൂടി എല്ലാ ദിവസവും രാവിലെ കാർ എടുത്തിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിക്കാണെങ്കിൽ ബസ് സ്റ്റോപ്പിക്ക്, മെട്രോ സ്റ്റേഷനിലേക്കാണെങ്കിൽ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് ബുക്ക് ചെയ്തിട്ട് വണ്ടി എത്തിയെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് അവർ വന്ന് നിൽക്കുന്നത്. അവരോട് എത്ര പറഞ്ഞിട്ട് അവർക്ക് ലൊക്കേഷൻ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് രാവിലെ നല്ലൊരു പെടൽ പെട്ടു, നല്ല ലേറ്റ് ആവുകയും ചെയ്തു. ഇന്ന് നല്ല പൊടിക്കാറ്റാണ് കേട്ടോ. ഞാൻ ഇറങ്ങിയപ്പോൾ വെയിലില്ല എന്ന് വിചാരിച്ച് കുട മടക്കി വെച്ചതായിരുന്നു. പക്ഷെ വെയിലിനേക്കാളും കഷ്ടമാണ് പൊടിക്കാറ്റ്. കണ്ണിലൊക്കെ പോവാണ്. ചെറിയ ചെറിയ നൈസ് പൊടി ഉണ്ടല്ലോ. പിന്നെ റോഡ് ശരിക്കും കാണാനില്ല. ഇന്ന് എന്തായാലും എത്തുമ്പോൾ ലേറ്റ് ആവും. കാരണം റോഡ് കാണാനില്ല, വണ്ടികൾ കാണാനില്ല. അങ്ങനെ ഒരവസ്ഥയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണേ. മണലിൽ കൂടെ പോകുമ്പോൾ കണ്ടുണ്ട്, മരുഭൂമി കൂടെ കാറായിട്ട് പോകുമ്പോൾ കണ്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ്. ഞങ്ങൾക്ക് ഓഫീസിലെ യൂണിഫോം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് യൂണിഫോം കിട്ടിയിട്ടുണ്ട്. 4 സെറ്റ് ബനിയനാണ് തന്നിട്ടുള്ളത്. 4 ഒരേപോലെ തന്നെയാണ്, പക്ഷേ 4 ഒരാൾക്കുള്ളത്. അപ്പോൾ ഞാൻ ഉള്ളതിൽ ഏറ്റവും വലിയ സൈസ് എടുത്തു. ജീൻസിൻ്റെ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ കൂടെ ഇടണതല്ലേ, അപ്പോൾ ഒന്ന് കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട്. ഇടണമെന്ന് നിർബന്ധമില്ല, ഇടാതെ ഇരിക്കാം. ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ജോബിച്ചൻ ചായയും സ്നാക്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കാൻ നോക്കട്ടെ.